1/2 കിലോ വീതം. ഇതിപ്പോ നമ്മള് പിന്നെ മൾച്ചിങ് ഷീറ്റിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് ആൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇനി ഈ ഓപ്പൺ ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു 1/2 കിലോ എടുത്തിട്ട് 1/2 കിലോ എടുത്ത് അതിനകത്ത് വെച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ കായ്ച്ചയാണ് കേട് വരുന്നത്. അപ്പം കായ്ച്ച വരും. പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ ഇത് വരും. അപ്പൊ നമ്മൾ ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 20 ml എടുത്തിട്ട് ഒരു 15 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റും. 35 ദിവസം ആകുമ്പോഴത്തേനെ പൂത്ത് തുടങ്ങും. ആദ്യം പൂക്കുന്ന പിന്നെ പൂ വരുന്നത് ആൺപൂവാണ് ആദ്യം വരുന്നത്. കണ്ട ഇത് ആൺപൂവാണ്. ആൺപൂ കണ്ടാ അറിയാലോ. കണ്ട ഇതേമാതിരി ഇരിക്കും ആൺപൂ. കണ്ട ഇതൊക്കെ ആൺപൂവാണ്. ഇതാണ് ആൺപൂ. അപ്പൊ പെൺപൂ എന്ന് പറയുമ്പോഴത്തേന് കണ്ട ഇത് പെൺപൂവാണ്. ഈ പെൺപൂ എന്ന് പറയുമ്പോൾ താഴെ ഇതിനകത്ത് ഇതിന്റെ കായ ഉണ്ടാകും. താഴെ മുകളിൽ ഇങ്ങനെ മുട്ട് നിൽക്കും. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ആദ്യം ഉണ്ടാകുന്നതും ആൺപൂ തന്നെയാണ്. അതിനുശേഷമാണ്